ആശുപത്രിയിൽ ഇരുന്ന് സുധാകരനെ നിയന്ത്രിക്കാനാകുമോ എന്നാണ് ചോദ്യം. നിയന്ത്രിക്കാനാകും എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അതിന് കാരണവുമുണ്ട്. കാരണം ഈ കോൺഗ്രസിന്റെ ഒരു പര്യടനം വരുന്നുണ്ട്. അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. സമരാഗ്നി എന്നാണ് പേര്. മഞ്ചേശ്വരത്ത് കത്തിക്കും ജനുവരി 21-ാം തീയതി. ഫെബ്രുവരി 21-ന് തിരുവനന്തപുരത്ത് അവസാനിക്കും സമരാഗ്നി. അണയുമോ ആളിക്കത്തുമോ എന്നൊക്കെ കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. അണയാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും ഇതാണ് ഒരു മാസത്തെ അവരുടെ പരിപാടി എന്ന് പറയുന്നത്. 2 ആഴ്ചയാണ് ഈ ചികിത്സ. ഈ 2 ആഴ്ചത്തെ ചികിത്സ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് ജനുവരി 15-ാം തീയതി തിരിച്ചെത്തിയിരുവാണ് 21-ാം തീയതി മഞ്ചേശ്വരത്ത് കത്തിക്കാൻ പോകാൻ. അപ്പോൾ കത്തിക്കുന്നത് വരെയുള്ള പ്ലാനിംഗ് എല്ലാം ഞാൻ ഓൺലൈനായി സെറ്റാക്കുമെന്നാണ് ഇപ്പോൾ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് സുധീരൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. 2 ഗ്രൂപ്പായിരുന്നു നേരത്തെ കോൺഗ്രസ്, അതിപ്പോൾ 5 ഗ്രൂപ്പായി. അവനവന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി നേതാക്കൾ മാറി. അത് ഏറ്റവും ചേരുന്നത് കെ സുധാകരനാണ്. അന്ന് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം ഓർമ്മയുണ്ടാകുമല്ലോ എല്ലാവർക്കും. ഒരു മൈക്ക് വിട്ടുകൊടുക്കാത്ത സുധാകരനാണോ പ്രസിഡന്റ് പദവി തൽക്കാലത്തേക്കെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുക? അങ്ങനെ സുധാകരൻ കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് ദീപാദാസ് മുൻഷിക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സുധീരന്റെ വിമർശനം അവനവന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതാക്കളെ നിയന്ത്രിക്കാൻ AICC തയ്യാറായില്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മരുപ്പച്ചയായി മാത്രം തുടരുമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാം. Meet the editors.